ഇതുപോലെ വല്ലപ്പോഴും നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാ വീട്ടിൽ പോയിട്ടൊന്ന് മുഖം കാണിച്ച് എല്ലാവരെയും കണ്ട് തിരിച്ചു വരിക എന്നുള്ളത് പതിവാണ്. അങ്ങനെ കല്യാണത്തിന് പോയി ഞങ്ങൾ ബിൻസി ആന്റിയുടെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിൻസി ആന്റിയുടെ വീട് വരുന്നത് ചെറുപുഴ പ്രാപ്പോയിലിനടുത്ത് കോക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്നടുത്താണ് തിരുമേനി എന്ന് പറയുന്ന സ്ഥലം. തിരുമേനിയിൽ നിന്ന് നമുക്ക് നേരെ താബോർ മല വഴി ജോസ്ഗിരിയിലേക്ക് പോകാം. ഞങ്ങളിപ്പോൾ സിബിച്ചേട്ടായുടെയും ഷാൻഡി ആന്റിയുടെയും വീട്ടിലേക്ക് പോവുകയാണ്. ജോസ്ഗിരി പോകുന്ന വഴിയിൽ ഇതുപോലെ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് കണ്ണിൽ കണ്ടത് ഒരു അടിപൊളി പേരമരമാണ്. നിറച്ച പേരക്ക കായ്ച്ചു നിൽക്കുന്നതാണ് കണ്ടത്. ഒന്നും നോക്കില്ല, ഞാനും ബിൻസി ആന്റിയും ചാടി ഇറങ്ങി കുറേ പേരക്കയൊക്കെ അവിടുന്ന് പറിച്ച് എൻ്റെ മടിക്കുത്തിലേക്ക് ഇട്ടു. ഇതൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന വൈബാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും പേരക്കയൊക്കെ കഴിച്ച് നേരെ ജോസ്ഗിരിയിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന വഴിയിലേക്കാണ് കേട്ടോ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ജോസ്ഗിരിയിൽ ഉരുൾപൊട്ടി എന്നുള്ളത്. ഇത്രയും ഭംഗിയുള്ള സ്ഥലമാണ്, ഉരുൾപൊട്ടലിൽ ഫുള്ള് നശിച്ച് റോഡൊക്കെ ആകെ പോയി ഫുള്ള് മണ്ണും ഇതും എല്ലാം ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ളത്. കോക്കടവെന്ന് ജോസ്ഗിരിക്ക് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വീട്ടിലിട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. പണ്ടൊക്കെ ഞാൻ ജോസ്ഗിരിയിൽ വരുമ്പോൾ ഇതുപോലെ ക്ലൈമറ്റ് ഒന്നും കിട്ടാറൊന്നുമില്ല കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും കോടയൊക്കെ കാണുന്നത്. അങ്ങനെ വരുന്ന വഴിക്ക് ഒത്തിരി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ജോസ്ഗിരി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സിബിച്ചേട്ടായുടെയും ഷാൻഡിയാനിയുടെയും പിള്ളേരുടെയും വീട്. ഈ ബാക്കിൽ കാണുന്ന ഇത്രയും ബ്യൂട്ടി ആയിട്ട് ഞാൻ ഒരുപാട് പകർത്തിയിട്ടുണ്ട്. എൻ്റെ വീഡിയോസിലൊക്കെ സ്റ്റാറ്റസിലൊക്കെ നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ പ്രകൃതി ചതിച്ചതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ സ്ഥലത്താണ് മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത്. ഞങ്ങൾ ചെന്നു മുതൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പക്ഷെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ലായിരുന്നു. കോട നിറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു വീഡിയോ ഒക്കെ ഇവിടെ മെമ്മറി ആയിട്ട് കിടക്കട്ടെ. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.